നേരത്തെ മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്ത വാർത്തയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ശബരിമലയിലെ ഇന്നലെയുണ്ടായ അഭൂതപൂർവമായ തിരക്കിനെ തുടർന്ന് ദർശനം സാധ്യമാകാതെ മടങ്ങിയ കൊല്ലത്തു നിന്നുള്ള തീർത്ഥാടക സംഘം ADGPയുടെ ഇടപെടലിലൂടെ മാതൃഭൂമി ന്യൂസ് കണ്ട് അവരെ അധികൃതർ നേരിട്ട് വിളിച്ച് പോലീസിന്റെ സഹായത്തോടുകൂടി അവർ വീണ്ടും ദർശനത്തിന് വേണ്ടി എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കണ്ണൻ നായർ വിവരങ്ങളുമായി ചേരുകയാണ്. കണ്ണൻ, വലിയ സന്തോഷത്തോടുകൂടിയാണ് തീർത്ഥാടക സംഘം വീണ്ടും സന്നിധാനത്തേക്ക് എത്തുന്നത്. വലിയ സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ADGP അവരോട് സംസാരിക്കുന്നത്. ഇവിടുന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഞങ്ങളെ സമീപിച്ചിരുന്നു, ഞങ്ങൾ കൊണ്ട് തൊഴിച്ചേനെ. മനസ്സിലായോ? ഒന്ന് തൊഴിലിട്ട് പോവാ. ഒരുപാട് നന്ദിയുണ്ട് സാറേ, ഒരുപാട് നന്ദി. ഞങ്ങളെ സന്നിധാനം കാണാതെ തിരിച്ചു പോകാൻ ഭാവിച്ചു. നെയ്ത്തേങ്ങ ഉണ്ട്, നെയ്ത്തേങ്ങ എല്ലാം ഉണ്ട്. വലിയ സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷമാണ് ബാധു. കാര്യം അവർക്ക് ദർശനം സാധ്യമാകില്ല എന്ന് കരുതിയതാണ്. ഇതാണ് കേരള പോലീസിന്റെ ഇടപെടൽ എന്ന് പറയുന്നത്. കേരള പോലീസ് ADGP ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ അവരെ തിരിച്ച് പ്രത്യേക സംവിധാനത്തിൽ ഇവിടേക്ക് എത്തിക്കുകയാണ്. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാരെ പോലെ അവരുടെ ഡോക്ടർമാരുടെ വിദഗ്ധ സേവനം ലഭ്യമാക്കിയ ശേഷം അവരെ ഇപ്പോൾ നേരെ സോപാനത്തേക്ക് കൊണ്ടുപോവുകയാണ്. സോപാനത്ത് അവർക്ക് ദർശനം സാധ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പോലീസ് ആലോചിക്കുന്നത്. അതിന്റെ ആ സംവിധാനത്തിന്റെ ഏറ്റവും ബാക്കി പത്രമാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ അവരെ സോപാനത്തേക്ക് ADGP ഉണ്ടായിരുന്നു. സോപാനത്തേക്ക് ഇപ്പോൾ അവരെ കയറ്റിക്കൊണ്ടു പോകുന്ന ഒരു ദൃശ്യം കൂടിയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ്, ആശ്വാസകരമായിട്ടുള്ള ഒരു നിമിഷമാണ്. സന്തോഷമായോ? സന്തോഷമായി സാറേ, ഒരുപാട് സന്തോഷം. അയ്യപ്പനെ കാണാൻ പറ്റില്ലെന്ന് പേടിച്ച് വിഷമിച്ച് ഞങ്ങൾ പോവാൻ ഭാവിച്ചാണ് സാറേ. ഞങ്ങൾക്ക് ഈ തവണ അയ്യപ്പനെ കാണാൻ പറ്റൂലെന്നുള്ള സങ്കടത്തിന് ഞങ്ങൾ തിരിച്ചു വീട്ടിൽ പോകാൻ ഭാവിച്ച ഞങ്ങളാണ്. ഇപ്പൊ ഒരുപാട് സന്തോഷം എന്ന് വെച്ചാൽ ഇതിൽ കൂടുതൽ ഇനി സന്തോഷമായിട്ട് അയ്യപ്പനെ കണ്ടിട്ടുവാ. അത് തന്നെയാണ് വലിയ സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ ഓരോ ആ ഭക്തന്മാരെല്ലാം തന്നെ സന്നിധാനത്തേക്ക് പോകുന്നത്. അവർക്കൊക്കെ തന്നെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു യാത്രയാണ്. ഇപ്പോൾ ഇതിന് നേതൃത്വം നൽകിയ ADGP ശ്രീജിത്ത് ഇപ്പോൾ സന്നിധാനത്ത് തന്നെയുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെ നമുക്ക് പോകാൻ സാധിക്കും. നമുക്ക് ഇപ്പോൾ അവർ ദർശനം നടത്തുന്നൊരവസ്ഥയാണ്. ADGPയുടെയും അതുപോലെ കേരള പോലീസിൻ്റെയും സംയോജിതമായ ഇടപെടൽ മൂലമാണ് മാതൃഭൂമി ന്യൂസിലാണ് ഈ വാർത്ത ആദ്യമായി പുറത്തു വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു കേരള പോലീസിൻ്റെ ഇടപെടൽ എന്ന് പറയാം. കേരള പോലീസിൻ്റെ ഒരു ഇടപെടൽ പൂർത്തിയാകാത്ത സാധിക്കാത്ത ആൾക്കാരെ തിരിച്ചു കൊണ്ടുപോവുക, അത് കേരള പോലീസിൻ്റെ ഒരു വലിയൊരു 100%. ഇവിടെ എത്ര പേർക്ക് അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ ദർശനം കിട്ടാതെ പോയെങ്കിലും ഞാനത് കഴിഞ്ഞ് അവരോട് ചോദിക്കണം എന്തുകൊണ്ടാണ് അവർ പോയെന്ന് എനിക്ക് അറിയണം. അത് തൊഴുതിട്ട് വരാൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടാവേണ്ട കാര്യമില്ല. ഒരാൾ പോലും ഇവിടെ വന്ന് ദർശനം കിട്ടാതെ മടങ്ങേണ്ട കാര്യമില്ല. ബോണഫൈഡ് ആയിട്ട് വരുന്നവർ എന്തെങ്കിലും കാരണം വെച്ചാൽ ഇടിച്ചു കയറി വരികയല്ല, ബോണഫൈഡ് ആയിട്ടുള്ള എന്താ പറയുക, നമ്മുടെ വെർച്വൽ ക്യൂ പാസ്വേഡ് കൂടി വരുന്ന ഒരാൾക്കും ദർശനം കിട്ടാതെ പോകേണ്ട കാര്യമില്ല. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായി അങ്ങനെ പോകേണ്ടി വന്ന ഇവർ ഇപ്പൊ ഹൃദ്രോഗികളാണ്, അതുകൊണ്ടാണ് അവർക്ക് നിൽക്കാൻ. അങ്ങനെയാണെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും അവസരം കൊടുക്കും. അവർ ഭഗവാനെ കണ്ടിട്ടേ പോകാവൂ. ഇതാണ് ഞങ്ങളുടെ നിർബന്ധം. ADGP ശ്രീജിത്തിന്റെ പ്രതികരണമാണ് കണ്ടത്. കൊല്ലത്തു നിന്നുള്ള തീർത്ഥാടക സംഘമാണ് ഇപ്പോൾ പോലീസിന്റെ ഇടപെടലോടുകൂടി വീണ്ടും സന്നിധാനത്തേക്ക് ദർശനത്തിന് വേണ്ടി എത്തിയിരിക്കുന്നത്.